ഇന്ന് ഞാൻ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, പക്ഷെ ഞാൻ പറയാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഗോകുൽ സുരേഷും പ്രയാഗ മാർട്ടിനുമാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എന്തായാലും അവനെ ഞാൻ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വിളിക്കട്ടെ. ഗോകു, പ്രയാഗ വരുന്നില്ലേ? ഇതിന് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ വേണോ നിനക്ക്? വേണം. നിന്നെ വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ? ഒരിക്കലില്ല. പിന്നെ എന്നെ അവിടെ പതുങ്ങി നിന്നെ വിളിച്ചാ വരാം, ഇല്ലെങ്കിൽ ഞാൻ അതുവഴി പോവാം അല്ലേ? പോയി റെഡിയോടെ. ഗോകു, ഞാൻ ശരിക്കും വിചാരിച്ച എന്നാന്നറിയടാ, നീ അപ്പനെ പോലെയൊക്കെ ഇപ്പൊ ചവിട്ടി പൊട്ടിച്ച് ഇപ്പൊ കേറി വരുമായിരിക്കും. നീ എന്നെ സൈലന്റ് ആയിട്ടാടാ കേറി വന്നേ. പ്ലീസ് എന്റെ ഗോകു, നീ നിന്റെ സ്വഭാവം നീ എന്നോട് പറയല്ലേ പൊതുവെ ഇങ്ങനെയാണെന്ന്. പ്രയാഗ, യു വോണ്ട് ബിലീവ്, ഗോകുല് കൊച്ചിലെ എന്നാ ഒരു നോട്ടിന്നൊന്നും പേരിടരുത്. അവന് വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ അത് ഇവനെ എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക. അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. രാധിയ ചേച്ചി ഗോകു ഗോകുൽ ഗോകുൽ എന്ന് വിളിച്ചല്ലാതെ ഞാൻ കേട്ടിട്ടില്ല ആ വീട്ടിനകത്ത്. കാര്യം ഇവൻ എന്നാ ചെയ്യുന്നറിയോ, അന്ന് ഭാഗ്യ, ഇവന്റെ അനിയത്തി ഭാഗ്യയുടെ പ്രഗ്നന്റ് ആണ് ചേച്ചി ഞങ്ങളുടെ കല്യാണ സമയത്ത്. ഇവന് 2.5 വയസ്സെങ്ങാണ്ട് കാണും. അപ്പൊ എന്നാ ചെയ്തേ, ഞാൻ 2 ദിവസം കഴിയുമ്പോ അവിടെ ചേരുമ്പോ ഭാഗ്യ ചേച്ചി നിലത്തിരുന്ന് കരയാണോ ചിരിക്കണോ എന്നാ വേണമെന്ന് അറിയാൻ പറ്റും. ഇവൻ എന്നാ പറ്റി ചേച്ചി, ഒന്നാ മുറിക്കാത്തോട് നോക്കി. ഇവൻ എന്നാ ചെയ്യുന്നറിയോ, വെളിയിൽ കിടന്ന് ഓസ് എടുത്ത് വീട്ടിനകത്തെടുത്തിട്ട് ഫുൾ വെള്ളമാക്കി ഒരുത്തന്നെ. അന്നൊക്കെ നോക്ക്, ആ പ്രഗ്നന്റ് ആയ ഒരമ്മ ഇത് എങ്ങനെ തേച്ച് വൃത്തിയാക്കി. ഇപ്പൊ സ്വിമ്മിംഗ് പൂള് കളിച്ചതാ, അന്ന് അലച്ചോക്ക്. ആ ലിവിംഗ് റൂം ഡൈനിങ് റൂം എല്ലാം വെള്ളം. ഇവൻ എന്നാ ചെയ്യണം, പിന്നെ കയ്യിരിപ്പ്, ആര് പറഞ്ഞാലും കേൾക്കുകയല്ല. ഇങ്ങനെ നമ്മൾ ചില പിള്ളേരുണ്ടല്ലോ തെറിച്ചു പോകുന്ന പിള്ളേര്, ആ ഗോകുലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗോകുല് ഞാൻ കാണുന്ന ഗോകുല് കാം ആൻഡ് കമ്പോസ്ഡ്. വെരി സോറി. എനിക്ക് ഇനിയിപ്പോ ഇത് ഈ ട്രാക്കിലേക്ക് ഞാൻ വീഴണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഗോകുൽ. എടാ ഇത് വേണ്ട, എനിക്ക് പഴയ ഗോകുലം മതി. അതല്ലേടാ നല്ലേ? അതല്ലേ? ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ പരിപാടിയാ, ടിവി പരിപാടിയാ, ഫസ്റ്റ് ടൈം. ഇതുവരെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല? ഒരു ചാനലിന്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ വന്നിട്ടില്ല. ഇല്ല, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ ചിത്രമായിക്കാണ് ഫസ്റ്റ് ആ ഒരു ക്രെഡിറ്റ്. ഈശ്വര ദേവി എല്ലാ അനുഗ്രഹവും കുഞ്ഞിന് കൊടുത്ത വലിയ സൂപ്പർ സ്റ്റാർ ആവട്ടെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളിപ്പോ വന്ന ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട്, നിങ്ങൾ അഭിനയിച്ച ഉൾട്ട എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള, ഉൾട്ട മീൻസ് റിവേഴ്സ് അല്ലേ? അത് അങ്ങനെ ഒരു പേര് വന്നതിന് ഞാൻ പറയണം, എനിക്ക് നീ മിണ്ടണ്ട, പറയൂ. പൊതുവെ എല്ലാം ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിംസും അങ്ങനെയൊക്കെയാണല്ലോ വരാറ്. ഇതിലും മെയിൽ സെൻട്രിസിറ്റി കുറവാണ് എന്നുള്ളതല്ല, ഇതിൽ കുറച്ചും കൂടെ പൊളിക്കുന്നത് അതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. അപ്പം പൊതുവെ ഉള്ളതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു ഡിഫറൻസ്, ഒരു ഉൾട്ട ഉള്ള ഒരു ഫിലിമാണ്. അങ്ങനെ മൊത്തത്തിൽ അതൊരു ഉൾട്ട, സ്ഥിരം നമ്മൾ കാണുന്നതെന്നും ഒരു ഉൾട്ട. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഗോകുൽ ഇപ്പോൾ ഒരു ഫിലിം നമ്മൾ സൈൻ ചെയ്യുമ്പോൾ, ഈ ഫിലിം തന്നെ സൈൻ ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞു ഹീറോയ്ക്ക് അത്രയും പ്രാധാന്യം ഇല്ല, അതിന് പകരം ഫീമെയിൽ ഓറിയന്റഡ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു മൂവിയിൽ സൈൻ ചെയ്യാൻ വാട്ട് ഈസ് ബിഹൈൻഡ്? ആ ഡിഫറൻസ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ആ ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ ഊഹിക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞ് കേൾക്കുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷനാണ് അതിനോട് അടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു. പിന്നെ അതിൽ ആരൊക്കെയാണ് ആ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, അവരും അത് ഹോൾഡ് ചെയ്യുമോ, അവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി അതിനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രയാഗ, അനുശ്രീ മാം, അവരെല്ലാവരും. പ്രയാഗ അത്ര നല്ലതായിട്ട് അഭിനയിച്ചോ? ഞാൻ പ്രായം കൊണ്ട് ഞാൻ മൂത്തതാ, പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇളയതാ. ഓക്കെ, നല്ല ആക്ടറാണ്. അല്ല, പ്രയാഗ മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന എല്ലാ ആക്ടേഴ്സും ഭയങ്കര ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിങ് സ്റ്റൈൽസ് ആണ്. പ്രയാഗ നല്ല ആക്ടറാണ്, ഡെഫിനറ്റ്ലി നല്ല ആക്ടറാണ്. നീ ചുമ്മാ അവളെ കുറച്ചൊന്ന് താത്തൊക്കെ പറയണ്ടേ, അന്നേരം അവള് റിയാക്ട് ചെയ്യത്തുള്ളൂ. ആരാ പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചുമ്മാ റിയാക്ട് ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്ന റിയൽ ടൈം ആക്ടിങ് ഷെയർ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ടൊക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ശരിക്കും ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുമ്പം യു ഹാവ് എ ഗുഡ് എഡ്യൂക്കേഷൻ, ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുന്നു, എന്തുകൊണ്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്തു?
ആക്ച്വലി ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വെളിയിലുണ്ട്. നമുക്ക് ജോലിക്ക് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സേഫ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൈ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സേഫ് അല്ല, എപ്പോഴും നമ്മൾ പെർമനന്റ് അല്ല, ഇത് ടെമ്പററി. അപ്പൊ ഷോർട്ടി ഇല്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ നീ ഇത് ചൂസ് ചെയ്തു, വൈ? ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തല്ല, എനിക്ക് ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങ് വന്നതാ. പിന്നീട് രണ്ടാമത് ഒരു പ്രോജക്റ്റ് വന്നപ്പോഴാണ് ഓക്കെ ഇതായിരിക്കാം എന്ന് നിശ്ചയിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ തുടരെ കുറച്ച് പ്രോജക്ട്സ് വന്നു, അപ്പം അതിൽ ചെയ്തു. അല്ലാതെ ഞാൻ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹം എന്നാവണമെന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടില്ല. ആക്ച്വലി ഭയങ്കര ലേസി ആയിട്ടുള്ള ആളായിരുന്നു, അങ്ങനെ പഠിക്കാനും വലിയ താല്പര്യമില്ലായിരുന്നു. വെരി ഗുഡ്. എന്റെ മക്കളെ ഇത് അനിയന്മാരോട് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ, എല്ലാവർക്കും അറിയാം. എന്താന്ന് വെച്ചാൽ ഇനി അവന്മാർ എന്നോട് പറയും അമ്മ ഗോകുൽ ചേട്ടൻ പറഞ്ഞല്ലോ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഗോകുൽ ചേട്ടൻ കണ്ടു ഇത്രയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിടാ. നാളെ എന്റെ ഏറ്റവും ഇളയതിനെയാണ് എനിക്ക് പേടി. അത് ഈ ഒരു പറഞ്ഞ പോലെ എല്ലാം ഈസി ഗോ ആണ്. പരീക്ഷ പിറ്റേ ദിവസം പരീക്ഷയാണെങ്കിൽ തലേന്ന് ക്രിക്കറ്റ് കാണുന്ന മനുഷ്യനാണ് അവൻ. എന്നാ ചെയ്യാൻ? അതേപോലെ ഇപ്പൊ ഇത് കേട്ടാ മതി. അങ്ങനെ ഉള്ളപ്പോഴാണ് തോന്നുന്നു കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാന്നല്ല പറയുന്നത്, എന്നാലും കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പം ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് വെളിയിലോട്ട് പുറത്തു വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇതൊന്നും എനിക്ക് എന്നെ അവന് തോന്നുന്നില്ല. എല്ലാം മാച്ചു. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ നിശ്ചയിച്ചു ഈ ഫീൽഡ് നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. അപ്പം എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും മോൻ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി എനിക്ക് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ളൊരു സ്പേസും ടൈമും ആയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും നിശ്ചയമല്ല. പക്ഷെ എന്നാലും എനിക്ക് എല്ലാ കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സും റെസ്പെക്റ്റീവ് ഓഫ് ബീങ് ഓൾവേസ് ദ ഹീറോ ക്യാരക്ടർ, എനിക്ക് എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. എത്രത്തോളം എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇത്രയും ഫിലിംസ് ചെയ്തിട്ടില്ല അച്ഛൻ വിലയിരുത്തിയില്ലേ മോൻ്റെ ആക്ടിങ്? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ലാതെ അവരൊക്കെ ആക്ച്വലി എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. എൻ്റെ അച്ഛനായിട്ട് ഒരു ചെറിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര കണക്റ്റാണ്. അപ്പം ഞാൻ കുഞ്ഞിലെ തൊട്ട് ഒരു നല്ല പേടിയാണ്, പക്ഷെ ഒരു ബഹുമാനത്തിന്റെ ഒരു സ്നേഹം കൂടുതലിന്റെ ഒരു പേടിയാണെന്നാണ് എപ്പോഴും അങ്ങനെ. രാധേ ചേച്ചി എപ്പോഴും രക്ഷപ്പെടുന്ന സുരേഷേടാന്നൊരു വിളിച്ചാൽ പിന്നെ ഇവൻ ഇങ്ങനെ കമ്പ് പോലെ അവിടെ നിൽക്കും, അവന് അന്നങ്ങത്തില്ല. ബിക്കോസ് ഈ പിള്ളേരെല്ലാം അപ്പനോടുള്ളൊരു എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരു പേടി, ബഹുമാനം, സ്നേഹം. പക്ഷെ അപ്പൻ തല്ലിയിട്ടോ അങ്ങനെ ഒന്നും കാണത്തില്ല, തല്ലിയിട്ടില്ല, പക്ഷെ ഒരു പേടിയുണ്ട്. എൻ്റെ ബാക്കി സിബ്ലിങ്സ് മൂന്നുപേരും ഭയങ്കര ക്ലോസ് ആണ് അച്ഛനായിട്ട്. അവർ എന്നെക്കാട്ടിലും ഈസി ആയിട്ട് അച്ഛനായിട്ട് ഇടപെടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനും ശ്രമിക്കാറുണ്ട്. ആക്ച്വലി അച്ഛൻ ഭയങ്കര സ്വീറ്റ്. അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇടപെടാനായിട്ട് അച്ഛൻ ആക്ച്വലി എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ അപ്പോഴും കയ്യിരിപ്പ് അങ്ങനെ ആയിരുന്നല്ലോ. എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ കൈ ഇല്ലാത്തവർ വെച്ച് തല്ലു എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവനോട് പേടിപ്പിച്ചേ അങ്ങനെ ആയിപ്പോയതാ. പക്ഷെ അച്ഛൻ സോ നൈസ്. വെച്ചാൽ ബാക്കി ഇളയ പിള്ളേര് പെൺകുട്ടികളാ, അവരൊക്കെ മാക്സിമം അപ്പനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലടാ, കറക്റ്റ് ആണ് അത്. ഓക്കെ, അപ്പൊ അച്ഛൻ എന്നാ പറഞ്ഞോ? ഓക്കെ പറഞ്ഞോ? അച്ഛൻ തിരക്കേടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ആക്ച്വലി അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു അച്ഛനിപ്പം പൊളിറ്റിക്സിലും ഉണ്ട്. ആ രണ്ട് റിലേറ്റഡ് സംസാരങ്ങളും പൊതുവെ വീട്ടിലില്ല, ചെറുതിലോട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഇടേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛനെ ആസ് എൻ ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിലും അറിയാം അച്ഛൻ ആസ് എൻ ആക്ടർ എന്താണെന്ന്. പക്ഷെ ബീങ് എ പൊളിറ്റീഷ്യൻ അച്ഛൻ എന്തായിരുന്നു, എങ്ങനെയാണ് വീട്ടിൽ സോഷ്യലായിട്ട് എങ്ങനെയാണ് അച്ഛൻ എന്താ വെച്ചാൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? I think he's still learning to become a proper politician. അച്ഛൻ ഒരു ആക്ച്വൽ പൊളിറ്റീഷ്യൻ അല്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡിസഡ്വാൻറ്റേജ്. കാരണം അച്ഛൻ ഉദ്ദേശിച്ച കുറേ നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തോട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്തിച്ചിട്ടില്ല പല മീഡിയംസും. പക്ഷേ അച്ഛൻ ഭയങ്കര നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ പൊതുവേ എല്ലാ കേപ്പബിൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും അവരൊരു നല്ലൊരു പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് അവരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുള്ളൂ നമ്മുടെ നാട്. കറക്റ്റ്. അപ്പൊ ഇപ്പൊ മോനെ നിനക്ക് രണ്ടും അറിയാം. ഒരു ആക്ടർ ആയിട്ടുള്ള ഒരു അച്ഛനെ അറിയാം, പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു അച്ഛനെ അറിയാം. രണ്ട് ഫീൽഡ് എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി, ഏകദേശം ഇല്ല എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പം അച്ഛൻ ഒരു കാര്യം ചോദിക്കുകയാണ്, നീ എന്റെ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സിലോ? വേണ്ടെന്ന് പറയോ? അല്ല, എനിക്ക് ആക്ച്വലി അച്ഛൻ പൊളിറ്റിക്സിലോട്ട് വന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പം അച്ഛന് ആകെപ്പാടെ ഇപ്പം ഇലക്ഷന് നിന്ന സമയത്തും അച്ഛന് 18 ദിവസമേ കിട്ടിയുള്ളൂ. അതിൽ ഞാൻ 6 ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ.
അത് മതി എന്നുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ഒരു സോഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ്, ഇവിടെ ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ഒരു ഗവേണൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്, ഒരു ഡിഫറൻസ് ആണ് ആഗ്രഹിക്കുന്നത്. ഡിഫറൻസ് മീൻസ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി പൊളിറ്റീഷ്യൻസും ആക്ടേഴ്സിനെ പോലെ കുറച്ച് സൂപ്പർ സ്റ്റാറിഷ് ആയിട്ടാണ് നടക്കുന്നതും ഒരു ഗ്യാപ്പ് വെക്കുന്നതും കുറച്ചും കൂടെ ഇപ്പം കാനഡ അങ്ങനത്തെ വെളിരാജ്യങ്ങൾ പോലത്തെ അവിടുത്തെ ഉള്ളൊരു അത് നമുക്കിവിടെ കൊണ്ടുവരാൻ നോക്കുമോ? ഇപ്പോഴത്തെ തലമുറ ഏകദേശം അങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവവും ബിഹേവിയറും ഒക്കെ. ഇതേപോലെ അച്ഛൻ ഓൾ ഓഫ് എ സഡൻ വന്ന പോലെ നീ വന്ന? ഇല്ല, അങ്ങനെ പറ്റില്ല. അച്ഛനും ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല ഇന്റർവ്യൂല്. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പൊ അതല്ലാതെ ചെയ്യേണ്ടി വന്നതിന്റെയും കൂടെ റീസൺ കാരണം ഞാൻ ഒരിക്കലും വരില്ല. അപ്പൊ നിനക്ക് ഇത് തന്നെ ഇഷ്ടം? അതെ, എനിക്ക് ആക്ച്വലി ഫിലിം ഡയറക്ഷന് എനിക്കൊരു ആഗ്രഹമുള്ള, ഇപ്പോഴൊരിക്കലും ചെയ്യില്ല. ഒരു പക്വതയും അതിൻ്റെ ഉള്ളൊരു അറിവും ഒക്കെ നല്ലോണം നേടിയിട്ടേ ചെയ്യുള്ളൂ. എനിക്ക് ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് ഹീറോ ആയിട്ടും അല്ലാതെ എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ 3 മക്കളും ഫിലിമിൽ വന്നു. അപ്പൊ നാച്ചുറലി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് 3 ഹീറോസ് അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നീ എവിടെ ഡയറക്ഷനിൽ പോകുന്ന? അല്ല, ഇപ്പോഴൊന്നും പോയില്ല. ഞാൻ ഒരു 10 കൊല്ലത്തിനോ ഒരു 15 കൊല്ലത്തിനോ ശേഷം എനിക്കിങ്ങനെ ഇപ്പം ഷാജിമാവിൻ്റെയും ഞാൻ ഒരുപാട് പഴയ ഫിലിംസും അല്ലാതെ കുറച്ച് പഴയതായിട്ടുള്ളതും ഇപ്പോഴത്തേതും റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാ മിക്ക ഫിലിംസും ഞാൻ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ വിഷ്വൽസും ആ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതായിരിക്കും ഒരു ഡയറക്ടോറിയൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് തോന്നുന്നു. ഞാൻ ആക്ടറായിട്ട് ഓരോ സെറ്റിലും അധികം ഫിലിംസ് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ വർക്ക് ചെയ്യുന്ന ഓരോ ഫിലിംസിലും ഞാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം ഇൻഫർമേഷൻ അതിൽ നിന്ന് എടുക്കാനായിട്ട്. എല്ലായിടത്തും അത് നടക്കാറില്ല. പിന്നെ ഞാനത് ഗ്രാജുവലി പഠിക്കാൻ മതി. മോന് മനസ്സിലാരായിരിക്കും ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ? അവളുടെ മൊത്തേ നോക്കല്ലേ? തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാരൻ. ഞാൻ സ്കൂൾ ടൈം തൊട്ട് ഞാൻ ഹാർഡ് കോർ ഫാനാണ്. മാക്സിമം ഫിലിംസ് തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അച്ഛൻ്റെ സിനിമ മേൽവിലാസം ഇറങ്ങിയ സമയത്ത് പോലും ഞാൻ പൃഥ്വിരാജിന്റെ സിനിമയാണ് കാണാനായിട്ട് പോയിട്ടുള്ളത്. എനിക്ക് കുറച്ച് ആക്ഷൻ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണ് എനിക്കിഷ്ടം. അച്ഛനൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ. അല്ല, ഒരു കാര്യം ചോദിച്ചിട്ട് ഇത് എന്നെ പറ്റി എന്നാ മിണ്ടായിരിക്കുന്നേ? പക്ഷെ മിണ്ടുമ്പോ സൂക്ഷിച്ചോ, കാര്യം ഇപ്പൊ ട്രോളിന്റെ രാജകുമാരിയാണ് പ്രയാഗ അല്ലേ? ഇത് എന്നെ എവിടുന്നൊക്കെയാ വരുന്ന ഈ ട്രോള്? അറിയില്ല. എനിക്ക് തോന്നി ഇപ്പൊ ഉള്ള എക്സ്പ്രഷൻസ് വരെ അവര് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കട്ട് ചെയ്യാനായിട്ട് അടുത്ത ട്രോളിന് ഇടാനായിട്ട് അല്ലേ? അതെങ്ങനെയാ ഈ ട്രോളിന്റെ ഹീറോയിനായി മാറിയേ? എനിക്കറിയത്തില്ല, അതൊരു ഭാഗ്യമാണ്. അതിന് എന്ത് പുണ്യം ചെയ്തു എനിക്കറിയത്തില്ല ചിത്ര ചേച്ചി. ഇതിനെ ഇങ്ങനെ എടുക്കാനായിട്ടും ആക്ച്വലി ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. ഇനിയിപ്പോ എന്തും ആവട്ടെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നതാണേലും അതിന് ആ സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ചിലപ്പം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എന്നെ പറ്റി ഒരു ട്രോൾ വന്നാൽ ഞാൻ ചിലപ്പോൾ തകർന്നു പോകും. അയ്യോ തന്നെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതിയാൽ നോക്കും. പക്ഷെ വരുന്ന എല്ലാം ഈ തമാശയുള്ള സംഭവങ്ങളാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ കണ്ടിട്ട് വിഷമം തോന്നിയ ഒരു സംഭവം ഇല്ല, ഇതേവരെ വന്നിട്ടില്ല. ഇനി വരാതെ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും ട്രോൾസ് വന്നതിന് ശേഷം ഞാൻ ഒത്തിരി കോൺഷ്യസ് അല്ലാതായി. പണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, കാരണം എന്നെ അറിയാത്തവരാണ് എന്നെ കാണുന്നത്. അപ്പൊ അവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും? അപ്പോൾ അത് ആ ഒരു തോട്ട് തലയിൽ നിന്ന് അപ്പം സൂക്ഷിച്ച് വർത്താനം പറയുക, സൂക്ഷിച്ച് പോസ് ചെയ്തൊക്കെ നിൽക്കുക. അങ്ങനെ വന്നപ്പോ അങ്ങനെയായിരുന്നു കേട്ടോ, ചോദ്യത്തിന് മാത്രം ഉത്തരം പറയത്തുള്ളൂ. അതല്ല ഇങ്ങനെയാ അതായി. പിന്നെ വന്നപ്പോ തീർന്നു പ്രശ്നമുണ്ട്. പിന്നെ 10 ട്രോള് കിട്ടി കഴിഞ്ഞപ്പോ എന്തിനാ ഞാനിങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? കാരണം ഒരു കാര്യമില്ല അതിനകത്ത്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനായിട്ട്, പണ്ട് ഞാൻ തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഐ ക്യാൻ ബി എന്താ പറയാ, ഒരു മടിയില്ലാതെ എനിക്ക് അതിന് ട്രോൾസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. നമുക്ക് ബാക്ക് ടു നമ്മുടെ ഫിലിം വരാം. ഉൾട്ട എന്ന മൂവിയിൽ പ്രയാഗ എന്റെ ക്യാരക്ടർ, അതിനകത്ത് എന്നതായിരുന്നു മോടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാറു എന്നാണ് ചേച്ചി. അതിനകത്ത് അനുശ്രീ ചേച്ചി എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. അനുശ്രീ പുള്ളിക്കാരിയുടെ ഇളയ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നു. പൊന്നാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഹെയിൽ ചെയ്യുന്ന കുട്ടിയാണ് പാറു. അപ്പം അവൾ മടങ്ങി ഗ്രാമത്തിലോട്ട് വരുന്നു. അതിനുശേഷം കോളേജ് ശേഷം അവൾ വരുന്നു. ആ സമയത്തുണ്ടാവുന്ന ഈവൻസ് ആണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ എനിക്കിപ്പോൾ പറഞ്ഞു പോയാൽ ഇനി എന്തൊരു കഥ പറഞ്ഞു വരും. കുറച്ച് ബാക്കിയുള്ള സിറ്റിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ഗ്രാമം പോലെയാണ്. അവിടുന്ന് പുറത്തു പോയിട്ട് പഠിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ്. അതെ. ഓക്കെ. അപ്പോൾ ഗോകുലിന്റെ ക്യാരക്ടർ എന്താ അതിനകത്ത്? എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ ഒരു വിമൻ എംപവർമെന്റിന് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. 2 രീതിയിലും എന്തിനാണ് ആ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം എന്നുള്ളതിന്
ഒരു ആവശ്യം എന്തിനാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അതെ. ഇതിലെ പുരുഷന്മാർ കുറേ പേര് അണിനിരക്കുന്നുണ്ട്. ഗോകുലുണ്ട്, രമേശ് ചേട്ടനുണ്ട്, പ്രദീപേട്ടനുണ്ട്, പിന്നെ ജാഫർ ഇടുക്കി ചേട്ടനുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പ്രോമിനന്റ് റോൾസാണ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഔട്ട്പുട്ടാണ്. അല്ലാതെ ഇന്ന ആള് ഹീറോന്നോ ഇന്ന ആള് ഹീറോയിന്നോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ഹീറോയിൻ ഡെഫിനറ്റ്ലി ഒരു നെയിം സേക്ക് ഹീറോയിൻ ഉണ്ടാവുമല്ലോ ഒരു സിനിമയ്ക്ക്. എന്നാലേ ഓഡിയൻസിനും ആ ഒരു അറ്റാച്ച്മെന്റ് അവരോട് ഒരു സ്പെസിഫിക് ആയിട്ട്. ആക്ച്വലി ഈ ഫിലിം ഒരു ഫാമിലി ആണോ അതോ? ഇറ്റ്സ് ഫാമിലി. ഇറ്റ്സ് എ പക്ക ഫാമിലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർ ഇത് കാണണം. തീർച്ചയായിട്ടും കാണുക. അപ്പോഴാണ് വീണ്ടും അവസരം കിട്ടുക. ഞങ്ങളെപ്പോലെ ആക്ടേഴ്സിന് വീണ്ടും നല്ല ഫിലിംസിലും ഇതിൽ നിന്നും മികച്ച ഫിലിംസിലും വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓഡിയൻസിന്റെ സപ്പോർട്ടിലൂടെ മാത്രമാണ്. തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ വാല്യൂവും വരുന്നത്. ഓക്കെ, ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോകുലിന്റെ അടുത്ത് ലാലേട്ടന്റെ മോന്, മമ്മൂക്കയുടെ മോന്, സുരേഷേട്ടന്റെ മോന്. ഓക്കെ, ഇതിൽ രണ്ടുപേരുടെ മക്കളെ ഒരുമിച്ച് അഭിനയിച്ചു. ദാറ്റ് ഇസ് ലാലേട്ടനും നീയും കൂടെ. ലാലേട്ടന്റെ മോൻ പ്രണവും മോനും കൂടെ അഭിനയിച്ചായിരുന്നു. അതിന്റെ ആ ഒരു നല്ല എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ ചെറിയൊരു ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ അപ്പുചേട്ടൻ പ്രണവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആളെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾ വളരെ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം നമുക്ക് എങ്ങനെയാണ് ആൾ റിയാലിറ്റി എന്ന് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ പ്രേക്ഷകർ, അതായത് ആനീസ് കിച്ചൻ വാച്ച് ചെയ്യുന്ന ഫാമിലി ഓഡിയൻസ് ഫസ്റ്റ് ടൈം കേൾക്കാൻ പോവാണ് ഫ്രം ഗോകുൽസ് മൗത്ത്. പ്രണവ് എങ്ങനത്തെ ഒരു വ്യക്തിയാണ്? എന്റെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തരിക. എനിക്ക് തോന്നുന്നു ആൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്പേസ് വേണം. ആൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊരേ നക്ഷത്രമാണ്. അപ്പം സിമിലർ സ്വഭാവമാണെന്ന് അരുൺ ഗോപി സാറൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അത്ര ലാൽ സാറിൻ്റെ മകനാവുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എക്സ്പോഷറും കൂടി അദ്ദേഹത്തിന് അപ്പച്ചേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെ അത്ര റെക്കഗ്നൈസ്ഡ് അല്ല. അപ്പം ഞാനും ആക്ച്വലി അപ്പോഴാണ് ആലോചിച്ചത് ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്വഭാവമാണ്. വളരെ സിമ്പിളാണ്. ഒട്ടും ഡെഫിനറ്റ്ലി ആണ് വളരെ. പിന്നെ ഇപ്പം ആളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും ഞാൻ നോർമലാണ് എന്നേ പറയത്തുള്ളൂ. അതിനെ ഡൗൺ. അതെ, അത് എനിക്ക് തോന്നുന്നു നോർമലായിട്ടുള്ള. എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നെ മീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹമ്പിൾ ആവുന്നതൊന്നുമല്ല, ഞാൻ നോർമലാണ്. അപ്പോൾ നോർമലാവുന്നതിനെ നിങ്ങൾ ഹമ്പിളായിട്ട് കാണുന്നതായിരിക്കാം. കാരണം എൻ്റെ അച്ഛൻ ഇന്ന ആളായതുകൊണ്ടായിരിക്കാം. പക്ഷെ അതേപോലെ ശരിക്കും കാളിദാസിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. യു ഹാവ് എ ഗുഡ് റാപ്പോർട്ട് വിത്ത്. കണ്ണന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ കണ്ണനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപെടാനായിട്ടുള്ള അവസരം കിട്ടിയത്. ഞാൻ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? കണ്ണൻ എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ പോലെയാണ്. അപ്പം പിന്നെ കണ്ണൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പം ഞാൻ ആ ഒരു ഇമേജിലും ഒക്കെ ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ട്. നല്ല രസമാണ്. വേറെ എനർജിയാണ്. എല്ലാവരും ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട് അല്ലേ? ശരിക്കും ഡെഫിനറ്റ്ലി. എനിക്ക് അവരും അവരുടെ അച്ഛന്മാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന്റെ ഒരു എനർജിയാണ് ഇവരുടെ അടുത്തോട്ടും കൂടി റേഡിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. കുറച്ച് ദിവസമായാലും ഇവിടെ വന്നിട്ട്. ചേച്ചി, എനിക്കൊന്നു ഈ വർഷം നടന്നതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന 2 കാര്യം. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് എ ലോങ് ടേം ഗോൾ. ഒരു 5 years ടൈം എടുത്തു. അത് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്യാപ്പ് എടുത്തില്ല. അപ്പം തന്നെ പെർസ്യൂ ചെയ്തു PG. അത് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. 2 years എനിക്ക് സിനിമയും പഠിത്തവും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര റിലീവ്ഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സൊക്കെ പോയതുകൊണ്ട് ഒത്തിരി ഇപ്പം നന്നായിട്ട് എനിക്ക് സിനിമ കരിയർ എല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയൊരു മൈനസ് അതായിരുന്നു. കാര്യം ഫിലിമിൽ ഇച്ചിരി ബിസി ആയപ്പോൾ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കളയേണ്ടി വന്നു. അതിൻ്റെതായ ഒരു മൈനസ് പോയിന്റ്സ് ഇന്നും എനിക്കുണ്ട്, എന്നും കാണും, ലൈഫ് ലോങ് ഉണ്ടാവും. അത് യു ആർ അനദർ എക്സാമ്പിൾ ഫോർ ഓൾ ഓഫ് us, ദി യങ് ഗേൾസ്. ജനറേഷൻ എല്ലാം ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ ഇത് പറയാനുള്ള പ്രായം പക്വതയൊന്നും ഇല്ല. പക്ഷേ അതാണ് ഞാൻ പ്രായം പക്വത ആയിട്ടില്ല. പക്ഷെ എന്നാലും യു ആർ സംബഡി ഹൂ വി ലുക്ക് അപ്പ് ടു. ദേവി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ ക്ഷീണം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇതോടെ താങ്ക് യു. കഴിച്ചു നോക്കടാ. എനിക്ക് പൊതുവെ എരിവുള്ള ഭക്ഷണത്തിനോട് മധുരം ഇഷ്ടമല്ല. ഇത് എരിവില്ല, മധുരവും ഇല്ല, എന്നാൽ ഇറ്റ്സ് സ്വീറ്റ്. അതെ, സ്പൈസി അല്ല. സ്റ്റാർട്ടർ ജ്യൂസി ആണ്.
ഇവള് കഴിച്ചില്ല, അതിന് മുമ്പ്, "ആ, നല്ല ടേസ്റ്റ് കേട്ടോ." അല്ലാതെ എന്താന്ന് പറയാ ചേച്ചി, കൊതിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇത് എപ്പോ ആൻ ചേച്ചി ഇങ്ങനെ നീട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഈ സ്പൈസ് ആൻഡ് സ്വീറ്റ് കോമ്പിനേഷൻ. അപ്പം പൈനാപ്പിൾ ചിക്കൻ എന്ന് പറയുമ്പോ തന്നെ എനിക്കൊരു ടേസ്റ്റ് വന്നു. താഴേക്ക് ഇവള് അതിനെ വെച്ച് ഇങ്ങനെ കുത്താൻ പോകുന്ന, തലക്കിട്ട് കുത്തുന്ന, അതിന് പറയാം അഭിപ്രായം. എനിക്കൊരു ടേസ്റ്റ് എനിക്ക് ഇത് എടുക്കാൻ പറ്റിയിരുന്നു. ആഹാ, കൊതി അങ്ങനെയൊക്കെ സിക്സ്ത് സെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവൾക്ക്. ഫുഡീസ് ഞാനും നിനക്ക് ആക്ച്വലി ഇഷ്ടാ? എനിക്ക് എരിവും മധുരവും ഒരുമിച്ചുള്ള ഇഷ്ടമല്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു.